ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇസ്താൻബുൾ. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇസ്താൻബുൾ എയർപോർട്ടിലാട്ടോ. ഇസ്താൻബുൾ 2 എയർപോർട്ടാണുള്ളത്. ഒരെണ്ണം ഏഷ്യൻ സൈഡിലും ഒരെണ്ണം യൂറോപ്യൻ സൈഡിലും. ഇത് യൂറോപ്യൻ സൈഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എയർപോർട്ടാണ്. ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാവൽ കാർഡ് എടുക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ട്രാവൽ കാർഡിൻ്റെ പേരാണ് ഇസ്താൻബുൾ കാർഡ്. ഇത് ഒരു കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 to 5 പീപ്പിൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാർഡ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് പൈസയൊക്കെ മാറി ഡിസ്നി ഇവിടെ എണ്ണിക്കൊണ്ടിരിപ്പുണ്ട്. എത്രയുണ്ട്? 3860. ഗുഡ്, ലെറ്റ് സ്റ്റാർട്ട് അവർ മിഷൻ. ഹലോ, ഇപ്പോൾ ഞങ്ങൾ ഇസ്താൻബുളിൽ ബസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ആഫ്റ്റർ എ ലോങ് വെയിറ്റ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അക്സരയിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ എയർപോർട്ട് ഷട്ടിൽ ബസ്സസ് എടുത്തിട്ടാണ് നമ്മൾ അക്സരയിലോട്ട് പോകുന്നത്. നമ്മൾ ലഗേജൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ ബസ്സിലോട്ട് കയറിയാണ്. നമ്മുടെ ഹോട്ടലിരിക്കണ അക്സര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഷട്ടിൽ ബസ്സസ് ഉണ്ട്. 12 എഴുതിയേക്കണ ബസ്സാട്ടോ. ബസ് സൂപ്പർ ബസ്സാട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബസ്സസ് ആണ്. നമുക്കിത് TV സ്ക്രീനൊക്കെ ഉണ്ട് ബസ്സിൽ. ഇവിടുത്തെ ലോക്കൽ ബസ്സാണിത്. നല്ല സൂപ്പർ ബസ്സാണ്. നമുക്ക് ലഗേജ് താഴെ നമ്മൾ ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ലഗേജ് ഇതുപോലൊരു ഡ്രൈവർ നമുക്ക് ഇതുപോലൊരു ടോക്കൺ തരും. അപ്പോൾ നമ്മൾ തിരിച്ച് ലഗേജ് എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ടോക്കൺ കൊടുക്കണം. അത് നല്ലൊരു പരിപാടിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിത് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ബയോ കമ്മിറ്റ്. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനാണ്. ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം 2 o'clock. ഇപ്പോൾ സമയം 6 o'clock ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എവിടെയെങ്കിലും ബാഗേജ് സ്റ്റോറേജിൽ വെക്കാനായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് ഇമെയിൽ അയച്ചപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ സ്റ്റാഫ് ഭയങ്കര കൈൻഡായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബാഗ് ഇവിടെ വെച്ചോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, സോ നിങ്ങൾ വെച്ചോ എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബാഗ് റൂമിൽ വെച്ചു, ചെക്ക് ഇൻ പോലെ തന്നെ ചെയ്തോ, നിങ്ങൾ എക്സ്ട്രാ പേ ഒന്നും ചെയ്യണ്ട എന്ന രീതിയിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബാഗ്സൊക്കെ റൂമിൽ വെച്ചു. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതേ ഒരു ചെറിയ കബോർഡ് ഉണ്ട് ഇവിടെ. ഒരു സ്മോൾ ബെഡ്റൂമാണ്, പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു ചെയർ ഉണ്ട്. ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ. ഇതാണ് നമ്മുടെ ബാത്റൂം. ലുക്കിംഗ് ഗുഡ്. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഇതാണ് വ്യൂ. സൂപ്പർ അല്ലേ? ഇതാട്ടോ ഒത്തൻറ്റിക് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു ഫീസ്റ്റ് പോലെ ആട്ടോ. ഫ്രഷ് ബ്രെഡ്, ഒലീവ്സ്, ചീസ്, എഗ്ഗ്, ഹണി, ജാം ആൻഡ് ഓഫ് കോഴ്സ് ടർക്കിഷ് ടീ. നല്ലൊരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇസ്താൻബുളിലെ ഫേമസ് ഹാഗിയ സോഫിയയിലോട്ടാണ് പോയത്. അതൊരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. AD 537 ബൈസെൻറ്റൻ എംപറർ ജസ്റ്റിനാണ് ഈ മോസ്ക് ബിൽഡ് ചെയ്തത്. ഇത് ആദ്യം ഒരു ക്രിസ്ത്യൻ കത്തീഡ്രലായിരുന്നു. ഓൾമോസ്റ്റ് 900 ഇയേഴ്സോളം ഇതൊരു ക്രിസ്ത്യൻ കത്തീഡ്രലായിട്ട് തുടരുന്നു. നമുക്കിതിൻ്റെ ഇൻസൈഡ് ജീസസ് ക്രൈസ്റ്റും മദർ മേരിയും ഏഞ്ചൽസിനും ഇതൊക്കെ വാളിൽ ആർട്ട് വർക്കായി ചെയ്തേക്കണ കാണാം. ഇതൊക്കെ ബൈസെൻറ്റൻ ആർട്ടാണ്. പിന്നെ 1453 ഒട്ടോമൻ എംപറർ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇപ്പോഴത്തെ ഇസ്താൻബുളിൽ അവർ കോൺകർ ചെയ്തു. അപ്പോൾ അത് വീണ്ടും അവരത് മോസ്കാക്കി. ലേറ്റർ ഇൻ 1935 ടർക്കി റിപ്പബ്ലിക് ആയ സമയത്ത് ഇതിനെ വീണ്ടും ഒരു മ്യൂസിയം ആക്കി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2020 ഇതിനെ വീണ്ടും മോസ്കായി ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഒരു ഫങ്ഷനിങ് മോസ്കാണ്, ബട്ട് ഇപ്പോൾ അത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹാഗിയ സോഫിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലൂ മോസ്കിലോട്ടാണ്. ഇത് ഇസ്താൻബുളിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വളരെ ഹിസ്റ്റോറിക്കും ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസുമായ ഒരു മോസ്ക്.
ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത് ഇതിലെ ഇൻറ്റീരിയർ വാൾസ് ഫുള്ള് ബ്ലൂ കളർ ടൈൽസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇസ്നിക് ടൈൽസ് ആണ്, അതായത് വളരെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയ സെറാമിക് ടൈൽസ് ആണ്. ഈ മോസ്ക് ബിൽഡ് ചെയ്തേക്കുന്നത് ഒട്ടോമൻ എംപററായ സുൽത്താൻ അഹമ്മദ് ആണ്. സോ ഇതിനെ സുൽത്താൻ അഹമ്മദ് മോസ്കും എന്നും കൂടി പറയും. ബ്ലൂ മോസ്ക് ഈവൻ ടുഡേ അതൊരു ആക്റ്റീവ് പ്ലേസ് ഓഫ് വർക്ക്ഷിപ്പ് ആണ്. വിസിറ്റേഴ്സിന് എൻട്രി ഉണ്ട്. ഹാഗിയ സോഫിയ പോലെ തന്നെ വിസിറ്റേഴ്സിന് ഇതിന് എൻട്രി ഉണ്ട്. പക്ഷേ ബോത്ത് ഹാഗിയ സോഫിയയും ബ്ലൂ മോസ്കും നമ്മൾ ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം. ലേഡീസ് മസ്റ്റായിട്ട് സ്കാർഫ് വാങ്ങിച്ച് ഹെയർ കവർ ചെയ്യേണ്ടി വരും. പിന്നെ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് മാത്രമേ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ഡ്രസ്സ് കവർ ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ ട്രാവൽ കാർഡ് സ്വാപ്പ് ചെയ്യണം ഇവിടെ കേട്ടോ. ഞങ്ങൾ ബ്ലൂ മോസ്ക് കണ്ടതിന് ശേഷം നേരെ റൂമിലോട്ട് പോയി ചെക്കിനൊക്കെ ചെയ്തു, ഫ്രഷനായി. ഞങ്ങൾ ഓൾറെഡി ഡിന്നർ ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 8:30-ക്കാണ്. ഇപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നേരെ ട്രാം എടുത്തിട്ടാണ്. ഇതാട്ടോ ഞങ്ങളുടെ ഡിന്നർ ക്രൂസിൻ്റെ ഷിപ്പ്, ലൂഫർ മെഗാ യാച്ച് എന്നാട്ടോ പേര്. ഇതൊരു 3 hours നൈറ്റ് ക്രൂസിയാണ്. ബോസ്പ്രസിൻ്റെ ബ്യൂട്ടിയും ടർക്കിഷ് ഫുഡും ലൈവ് പെർഫോമൻസും വാവ് കൊള്ളാം. ഇതെല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു പാക്ക് ഓർഡിനൻസ്. വാവ് പൊളി. നൈറ്റിൽ ലൈറ്റൊക്കെ കാണുമ്പോൾ ഇതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് പോർഷനിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരുവാണ്, ഷിപ്പൊക്കെ ഒന്ന് കാണാനായിട്ട്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഞാനവിടെ തട്ടി വീഴാൻ പോയതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ഓൾറെഡി എല്ലാ ടേബിൾസൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് സെറ്റപ്പിലാണ് എല്ലാം ചെയ്തേക്കണേ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് 70 ആണ്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് കേട്ടോ. 70 ആണ് ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ. ഇത് ഞങ്ങൾക്ക് ഓൾറെഡി അവർ സ്റ്റാർട്ടേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്തു സൂപ്പറായിട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും ടേബിളിലൊക്കെ എത്തി. ഇപ്പം എല്ലാവരും സ്റ്റാർട്ടേഴ്സൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാവരും ലൈവ് പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഡാൻസ് ആട്ടോ സൂഫി ഡാൻസ്, അത് വിർലിംഗ് ഡാൻസ് എന്നും പറയും. ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഇന്നർ പീസ് ആൻഡ് കണക്ഷൻ വിത്ത് ഗോഡ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. Hey, how was the food? Good? How are you doing? How are you doing? It's good? Hola. നമ്മൾ ഡിന്നർ കഴിക്കുന്നതിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ആട്ടോ. ഷിപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇത് അവിടുത്തെ ഒരു പാലസ് ആട്ടോ. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മെയിൻ സ്ഥലത്തിൽ കൂടിയാട്ടോ അവർ പോകുന്നത്. നല്ല ഭംഗിയായിരുന്നു രാത്രി ഇങ്ങനെ കാണാനായിട്ട്. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ടർക്കിഷ് ഫോക്ക് ഡാൻസ് ആയിരുന്നു. ഇവിടുത്തെ ഡിഫറെൻറ്റ് റീജിയൻസിൽ നിന്നുള്ള വൈബ്രൻറ്റ് ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടുത്തെ ടർക്കിഷ് പീപ്പിൾ ഇങ്ങനെ സെലിബ്രേഷൻസും ഹിസ്റ്ററിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് ഫോമാണ് ഇവിടുത്തെ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്.
ഇൻ ബിറ്റ്വീൻ ദ ഡാൻസ് പെർഫോമൻസ് നമ്മുടെ മെയിൻ കോഴ്സ് വന്നു കേട്ടോ. ഡിസ്നി എടുത്തേക്കണത് ഒരു ഫിഷിൻ്റെ ഓപ്ഷനും ഞാൻ എടുത്തേക്കണത് ചിക്കൻ്റെ ഓപ്ഷനും ആട്ടോ. ടർക്കിഷ് ബെല്ലി ഡാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ആർട്ട് ഫോം ആട്ടോ. ഇത് ഇവിടുത്തെ വുമൺസിൻ്റെ ഗ്രേസും റിതും ഒക്കെ ഷോ ചെയ്യുന്ന ഒരു ഡാൻസാണ്. ഇതായിരുന്നു കേട്ടോ ഫൈനൽ പെർഫോമൻസ്. ഇത് നമുക്കും കൂടി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതൊരു DJ പോലെയായിരുന്നു. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് സൂപ്പറായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസും ഫുഡും സീനറിയും എല്ലാം സൂപ്പറായിരുന്നു. ഇനി ഇസ്താൻബുൾ വരുവാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിരുന്നു കേട്ടോ.